ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട് തൃശ്ശൂർ നടത്തറ റൂട്ടിലെ, അതായത് ആ നടത്തറ സിഗ്നലിൻ്റെ അവിടുന്ന് വെറും 3 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. 5.5 സെന്റ് സ്ഥലത്ത് 1250 സ്ക്വയർ ഫീറ്റില് 3 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിന്റെ നിർമ്മാണം. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. നമ്മുടെ മുൻവശത്തായിട്ട് തന്നെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. ടാറിംഗ് റൂട്ടിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. നല്ലൊരു വെറൈറ്റി എലിവേഷനോട് കൂടിയാണ് ഈ വീട് ഇവിടെ, അതായത് കണ്ടംപററി മോഡൽ, ഫ്രണ്ടേജിൽ കണ്ടംപററി മോഡൽ സ്റ്റൈലും അതുപോലെ വാം ലൈറ്റോട് കൂടിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ മുൻവശത്തായിട്ട്, അതായത് ഈ ഭാഗത്ത് ഒരു ഇന്നോവ പോലുള്ള വലിയൊരു വാഹനം പാർക്ക് ചെയ്യാം. അതുപോലെ രണ്ട് വാഹനം നമുക്ക് ഈ വീടിന്റെ ഈ ഭാഗത്തുമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ വീടിന്റെ മുൻവശത്തായിട്ട് തന്നെ ഉണ്ട്. 2 വീടിനും കൂടിയിട്ടുള്ളതാണ്. അതുപോലെ ആ വീടിനും 5.5 സെന്റ് സ്ഥലത്ത് തന്നെയാണ് ആ വീടും. പക്ഷെ ആ വീട് ഓൾറെഡി സെയിലായിട്ടുള്ളതാണ്. അതൊരു മാഷാണ് ഇവിടെ താമസിക്കുന്നത്. നമുക്ക് ആധാരത്തിലെ അളവ് ഇവിടെ സെന്ററിൽ കൊടുത്തിട്ടുണ്ട്. ആധാരത്തിൽ നമ്മുടെ വീടിന്റെ മുൻവശത്തെ വീതിയും സൈഡും എല്ലാം അളവ് കൊടുത്തിട്ടുണ്ട്. 5.5 സെന്റ് സ്ഥലത്ത് 1250 സ്ക്വയർ ഫീറ്റിലെ 3 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിന്റെ നിർമ്മാണം. നല്ലൊരു വീതി കൂടിയ ഒരു ഓപ്പൺ ടെറസാണ് ഇവിടെ. ഗ്രാനൈറ്റ് ബോർഡറുമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങൾ എല്ലാം തേക്ക് വുഡിലാണ്. ഡബിൾ പാളി ഡോറോട് കൂടിയാണ് നമ്മൾ ലിവിംഗ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. നല്ലൊരു സ്പേസോട് കൂടി തന്നെയാണ്, നല്ല വിശാലമായ ഒരു ലിവിംഗ് ഹാൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ 2 ഭാഗങ്ങളിലും വെളിച്ചം ധാരാളം കയറാവുന്ന രീതിയിലാണ് വിൻഡോസ് കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് ഹാളിൽ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഹോൾ സീലിംഗ് വർക്ക്, വാം ലൈറ്റോടും ഫാനോടും കൂടി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. 2 ഫാൻ നമ്മുടെ ലിവിംഗ് ഹാളിൽ കൊടുത്തിട്ടുണ്ട്. റിമോട്ട് കൺട്രോൾ ഫാനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലിവിംഗ് ഹാളിൻ്റെ ചുമരിൻ്റെ ഒരു ഭാഗത്തായിട്ട് തന്നെ TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. നല്ല മനോഹരമായ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം വാം ലൈറ്റും ഫാനും നല്ല കളർഫുള്ളായിട്ട് നല്ല രസത്തിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടിവിയുടെ ബാക്കിൽ ഒരു ടെക്സ്ചർ വർക്കുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഹാളിൻ്റെ സൈഡിലായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. 12 സൈസ് ആയിട്ടാണ് ഇവിടെ അളവ് കൊടുത്തിട്ടുള്ളത്. നല്ല വീതി കൂടിയ ടൈല് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു 3 പാളി ഡോറോട് കൂടിയ ഒരു അലമാരി വർക്ക്, അത് ഗ്ലാസ് ഡോറോട് കൂടി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം അറ്റാച്ച്ഡ് ബാത്റൂം. സെറ എന്ന കമ്പനിയുടെ മെറ്റീരിയലാണ് ബാത്റൂം ഫിറ്റിംഗ്സിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ വീതി കൂടിയ ടൈല് തന്നെയാണ്, അപ്പോക്സിയോട് കൂടി തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആർച്ചോട് കൂടി നമ്മൾ ലിവിംഗ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെയും വീതി കൂടിയ ടൈല് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേ മാച്ചിങ്ങിൽ തന്നെ ഫാനോട് കൂടി തന്നെയാണ് ഇവിടെ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. അത് വാം ലൈറ്റോട് കൂടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് ടി വി യൂണിറ്റ് കാണാവുന്ന രീതിയിൽ തന്നെയാണ് ടി വി യൂണിറ്റ്, അതായത് ലിവിംഗ് ഹാളിൽ നിന്നും ഡൈനിങ് ഹാളിൽ നിന്നും നമുക്ക് ടി വി കാണാവുന്ന വിധത്തിലാണ് ഇവിടെ
സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. ഫുൾ മിറർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫുൾ ലെങ്ത് മിറർ കൊടുത്തിരിക്കുന്നു. ഒരു സൈഡിലായിട്ട് ഒതുക്കിയിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം ഡൈനിങ് ഹാളിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ആ മാച്ചിങ് ടൈല് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീതി കൂടിയ ടൈല് തന്നെയാണ് ഇവിടെയും, അതേ മാച്ചിങ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഹീറ്ററിനുള്ള പോയിന്റ്, സോളാറിൻ്റെ സിസ്റ്റം കണക്ഷൻ ചെയ്ത് അല്ലാതെ ഇവിടെ നമുക്ക് ഒരു സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് ഇനി അത് കുത്തി കുളിക്കേണ്ട ഒരു പരിപാടിയും ഇവിടെ വരുന്നില്ല. എല്ലാ വർക്കുകളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അലമാരിയാണിത്. ഇവിടെയും 3 പാളി ഡോറ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, മിററോടുകൂടി. വാഷ് ഏരിയയുടെ ഒരു സൈഡിലായിട്ട് മൂന്നാമത്തെ ബെഡ്റൂം. എല്ലാം തേക്കൂട്ടിൽ തന്നെയാണ് കേട്ടോ. ഡോറുകളെല്ലാം അതുപോലെ കട്ടള എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. വീതി കൂടിയ ബെഡ്റൂം തന്നെയാണ്. നല്ലൊരു വിശാലമായ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 പാളി ജനലയാണ് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് അലമാരി വർക്ക് ഫുൾ ലെങ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ആഷ് കളർ ഡിസൈനിൽ. അറ്റാച്ച്ഡ് ബാത്റൂം. മൂന്ന് ബാത്റൂമും വ്യത്യസ്തമായ ടൈല് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റിനുള്ള പോയിന്റും എല്ലാം തന്നെ എല്ലാ ബാത്റൂമുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതേ യൂണിഫോം തന്നെയാണ് ഇവിടെയും ടൈല് കൊടുത്തിരിക്കുന്നത്, ഫ്ലോറിങ്ങിനായിട്ട്. അതുപോലെ ചുറ്റും 7 അടി ഹൈറ്റിൽ വാൾ ടൈല് കൊടുത്തിരിക്കുന്നു. ഇവിടെയും മനോഹരമായ രീതിയിൽ തന്നെയാണ്, അതും ആംബ്ലൈറ്റോട് കൂടി തന്നെയാണ് ഹോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ കബോർഡ് വർക്കും കൊടുത്തിട്ടുള്ളത്. വീതി കൂടിയ ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെ ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ചിമ്മിനി ഇവിടെ കൊടുത്തു, ഓൾറെഡി ചിമ്മിനി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഫ്രിഡ്ജിനുള്ള പോയിന്റാണ് ഇവിടെ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. കിച്ചണിൽ നമ്മൾ വർക്ക് ഏരിയയിൽ കിടക്കുന്ന ഭാഗം. ഇവിടെ ഒരു ആഷ് കളർ ടൈലാണ് വർക്ക് ഏരിയയിൽ, അതും വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ട് തന്നെ ഒരു പുകയില്ലാത്ത അടുപ്പും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ സൈഡിലായിട്ട് ഒരു വാഷിംഗ് മെഷീനുള്ള പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയ പുറത്തേക്ക് പ്രൊജക്ഷൻ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്പേസ് പോകാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന, നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു ഭാഗമായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വർക്ക് ഏരിയയിൽ ഒരു സ്റ്റോർ റൂമായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സ്റ്റോർ റൂമിൻ്റെ ഡോറാണിത്. സ്റ്റോർ റൂമായിട്ട് വർക്ക് ഏരിയയിൽ സെറ്റ് ചെയ്തിരിക്കും. വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന ഭാഗം. ചുറ്റുഭാഗത്തും ബേബി മെറ്റെല്ലാം വിരിച്ച് നല്ല രീതിയിൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂം ഓൾറെഡി താഴത്തെ നിലയിൽ തന്നെ ഉള്ളത് കാരണം സ്റ്റെയർ പുറത്തുനിന്നാണ് ഒരു സൈഡിലായിട്ട് ഒതുക്കി കൊടുത്തിട്ടുള്ളത്. വെള്ളത്തിനായിട്ട് ഇവിടെ ഓപ്പൺ കളറാണ്. ബാക്ക് സൈഡിലത്തെ വ്യൂസ് ആണ് കാണുന്നത്. ധാരാളം വീടുള്ള ഒരു ഭാഗം തന്നെയാണിത്. ഈ സമയത്തും ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഭാഗം തന്നെയാണിത്. ധാരാളം വെള്ളങ്ങളുള്ള ഒരു ഏരിയ തന്നെയാണിത്. അതുപോലെ പ്രളയകാലത്ത് വെള്ളം കയറാത്ത ഒരു ഏരിയ കൂടി തന്നെയാണിത്. നടത്തുന്ന സിഗ്നലിൽ അവിടെ വെറും 3 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. 5.5 സെന്റ് സ്ഥലത്ത്
1250 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും 48 ലക്ഷം രൂപയാണ് ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില നല്ല രീതിയിൽ തന്നെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. വില കുറച്ച് ചോദിക്കാവുന്നതേ ഉള്ളൂ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ പുതിയ അടുത്ത വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.